പ്രൊഫസർ ജയരാജിലേക്ക് പോകുന്നു. പ്രൊഫസർ ജയരാജ്, ഡോക്ടർ ജയരാജ്, ഒരു കണക്ക് കാണിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് അല്പസമയത്തിനുള്ളിൽ സ്ക്രീനിൽ കാണിക്കാം. അതിനു മുമ്പ് ചാക്കോ സാറും പ്രിൻഡു മഹാദേവും പറഞ്ഞ വിമർശനങ്ങൾ, അങ്ങ് പറഞ്ഞത് പദ്ധതികൾ പ്രഖ്യാപിച്ച് വളരെ ആകർഷകമായ രീതിയിൽ, സ്വപ്നം കാണിക്കുന്ന രീതിയിൽ തുക പറയുന്നു. ഇതെവിടെ നിന്ന് കണ്ടെത്തുമെന്നോ അല്ലെങ്കിൽ വകയിരുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വിമർശനം. അങ്ങയുടെ മറുപടി. നമ്മൾ ഈ ചർച്ചകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് തോന്നുന്നത് കേരളം ഒരു ഫെഡറൽ സംവിധാനത്തിൽ പെട്ടതാണ്. ഭാരതത്തിന്, കേരളത്തിന് ആവശ്യമായ പണം കൊടുക്കേണ്ടുന്നത് ഭാരത സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് രാജ്യത്തുണ്ട് കൊടുക്കുന്നതിൻ്റെ, അതായത് വിദേശ നാണ്യ രാജ്യം കൈപ്പറ്റുന്നതിൻ്റെ 21% കേരളത്തിൽ നിന്നാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. അതുപോലെ GST, IGST. പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. പല പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ വാങ്ങിയിട്ടാണ് പല പച്ചക്കറി. ഈ 117 കോടി 17.08 കോടി ടൺ മതിയോ കേരളത്തിലെ ഭക്ഷണത്തിന് വേണ്ടി? ഇവിടെ ചിലവാകുന്ന മത്സ്യം ഓക്കെ, നമുക്ക് തീരദേശങ്ങളിൽ നിന്ന് മത്സ്യം സമൃദ്ധമായി കിട്ടുന്നുണ്ട്. പക്ഷേ മാംസവർഗ്ഗങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ്, പച്ചക്കറികൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ്, നെല്ല് ഉൾപ്പെടെ നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. കാരണം കേരളം അടിസ്ഥാനപരമായിട്ടൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. പിന്നെ വന്യജീവി പോരാട്ടത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതിനു മുമ്പ് ഈ പാംപ്ലാനി പിതാവ് പറഞ്ഞ ഒരു വിഷയം, പാംപ്ലാനി പിതാവ് പല സമയത്തും പല പ്രസ്ഥാനങ്ങൾ നടത്താറുണ്ട്. റബ്ബറിന് താങ്ങുവില വർദ്ധിക്കുന്നത് 300 രൂപ കൊടുക്കുന്നവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പാംപ്ലാനി പിതാവ് പൊതുവെ ലൈം ലൈറ്റിൽ വരുന്നത്. ആദ്യത്തെ പ്രസ്താവന അതായിരുന്നു, അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. എന്നിട്ട് റബ്ബറിൻ്റെ താങ്ങുവില കൂട്ടിയോ? ഇല്ലല്ലോ, ഒരു കൂട്ടലും ഉണ്ടായില്ലല്ലോ. കേന്ദ്ര ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് നന്നായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം അങ്ങനെ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ത്രട്ടൺ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് ഇത് ചെയ്യേണ്ടുന്ന കാര്യമൊന്നുമില്ല. അത് അങ്ങനെ തള്ളിപ്പോയി. അടുത്തത് ഇപ്പോഴും വന്നിരിക്കുന്നത് കർഷക സ്നേഹം പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിനോടുള്ള സകല ബഹുമാനം നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, അദ്ദേഹം ഒരു തർക്കം പരിഹരിക്കാനായിട്ട് എറണാകുളത്തേക്ക് വന്നിരുന്നു. എന്നിട്ട് ആ തർക്കം എന്തായി? അവരുടെ ആൽമായരുടെയും ക്രൈസ്തവ പുരോഹിതന്മാരുടെയും തർക്കം പരിഹരിക്കാൻ സാധിക്കാതെ അങ്ങനെ തിരിച്ചുപോയി. മൂന്നാമത് ഇന്ന് പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടറിൽ നിന്ന് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, കർഷകൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കർഷക സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നമ്മൾ കൂടുതലും ആ ഭാഗത്ത് കൂടുതലും ക്യാഷ് ക്രോപ്സ് ആണ്. ഈ ക്യാഷ് ക്രോപ്സ് അന്നം തരുന്ന കർഷകരല്ല തലശ്ശേരി അതിരൂപതയിൽ കൂടുതലുള്ളത്. റബ്ബർ പോലുള്ള പ്ലാന്റേഷൻ ക്രോപ്സ് ആണ് അവിടെ കൂടുതലുള്ളത്. കാർഷിക മേഖലയ്ക്ക് വളരെ കുറച്ച് ഉൽപ്പാദനം ഉള്ള ഒരു സ്ഥലവും കൂടിയാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗന്ധവ്യഞ്ജനം ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് താങ്ങുവില ഇതിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വന്യജീവി സംരക്ഷണം വേണമെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷവും പിന്നെ നമ്മുടെ ഭരണപക്ഷവും കൂടെ ചേർന്നിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. നിസ്സാരമായൊരു കാര്യമാണ്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായിട്ട്, കാര്യം കാട്ടുപന്നി പെറ്റുവരിക്കും. ഇപ്പം ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ സിറ്റിക്കകത്താണ് താമസിക്കുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് എൻ്റെ പറമ്പിലും വന്ന് കാട്ടുപന്നി എത്ര വേലി കെട്ടിയാലും എത്ര ഇതൊക്കെ വെച്ചാലും അവിടെ വന്ന് കയറി ഇറങ്ങി. അതായത് ഇവിടുന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ എനിക്ക് സിറ്റിയിലേക്ക്. പക്ഷേ ഇവിടെ കാട്ടുപന്നി ആക്രമണം ഈ പ്രദേശത്ത് വളരെ രൂക്ഷമാണ്. ഇവിടുത്തെ കർഷകരുടെ എല്ലാ വാഴകളും കുത്തിമറിച്ചിടുക, അതുപോലെ തന്നെ മരച്ചീനി കുത്തിമറിച്ചിടുക, മറ്റു വിളകളെല്ലാം നശിപ്പിക്കുക. ഈവൻ ചീര പോലും നട്ടുവെക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടുപന്നിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാട്ടുപന്നിയെ വെടിവെച്ച് വന്നു കഴിഞ്ഞാൽ അത് ഫോറസ്റ്റിൻ്റെ പ്രത്യേക പെർമിറ്റ് വേണം. അവർ വന്നിട്ട് വെടിവെച്ച് വന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ച് അത് കുഴിച്ചിടുക, അങ്ങനെ ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് കാട്ടുപന്നി ആരും അങ്ങനെ ശിക്ഷ ഭയന്നു ആരും ഒന്നും ചെയ്യാറില്ല. തൽക്കാലം മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് കേന്ദ്രം എന്താ പറഞ്ഞത്? കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്ര നിയമത്തിന് അടിസ്ഥാനപരമായിട്ടാണ് നമ്മൾ ഈ വന്യജീവി സംഘടനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ടൈഗർ ഈ പറഞ്ഞത് കണക്കുപോലെ തന്നെ ഒരു റിസർവ് ഫോറസ്റ്റിനകത്ത് ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ എന്ന് പറയുന്നത്, ഓസ്ട്രേലിയയിൽ മാത്രമേ ഉള്ളൂ കങ്കാരുക്കൾ എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ കങ്കാരുക്കൾ മനുഷ്യനെ ശല്യം ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും, വളരെയധികം പെരുകുമ്പോഴത്തേക്കും അവർ കള്ളിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഇടുകയും കങ്കാരുക്കളെ വെടിവെച്ച് കൊല്ലാനും കങ്കാരുവിൻ്റെ മീറ്റ് ഉപയോഗിക്കാനും ഒക്കെ ഉള്ള ഒരു പെർമിഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുക. അത് തന്നെയാണ് പ്രകൃതിയുടെ ഒരു നിയന്ത്രണം വേണ്ടത്. ഇപ്പം മാനുകൾ പെരുകിക്കഴിഞ്ഞാൽ പുൽമേടുകളില്ലാതാവും. അപ്പം ഇതിനകത്ത് പ്രിഡേറ്റർഷിപ്പിനകത്ത് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്നതാണ് കടുവകൾ നശിച്ചു കഴിഞ്ഞാൽ ഈ സൈക്കിൾ മൊത്തം നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കടുവകളെ സംരക്ഷിക്കുന്നത്. പക്ഷേ കടുവകൾക്കൊരു ലിമിറ്റില്ലേ? ആ കടുവകൾ ഒരു ലിമിറ്റിൽ കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ കടുവകൾക്കൊരു ടെറിട്ടറി ഉണ്ട്. ആ ടെറിട്ടറിയിൽ പുതിയ കടുവകളെ കയറ്റത്തുമില്ല,
അതിനൊരു പ്രത്യേക ഏരിയയിൽ മൊത്തം ഇത് വിഹരിച്ച് നടക്കുന്ന ഇതാണ്. അല്ലാതെ നമ്മൾ ചിത്രകഥയിൽ കാണുന്ന പോലെ സിംഹവും കടുവയൊക്കെ ഗുഹയിലാണ് താമസിക്കുന്നതെന്നൊക്കെ ചിത്രകഥകളിലും കുട്ടിക്കഥകളിലും മാത്രമേ ഉള്ളൂ. അത് കാട് മുഴുവൻ ഇങ്ങനെ ഉലാത്തിക്കൊണ്ട് നടക്കുന്ന ജീവിയാണ്. അത് എവിടെങ്കിലും കിടന്നുറങ്ങുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ വെള്ളം കിട്ടാതാകുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ അത് കാടാണെന്ന് കരുതി തന്നെ നാട്ടിലേക്ക് ഇറങ്ങും. കാരണം ഈ പ്ലാന്റേഷൻസ് വെച്ച് നമ്മുടെ വന്യജീവി അല്ലെങ്കിൽ പിന്നെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ കണക്ക് ഒന്ന് കേൾക്കണം. കാര്യം നമ്മുടെ ചർച്ചയുടെ ഫോക്കസ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ബജറ്റ് കർഷകർക്കായി എന്ത് ചെയ്തു, മലയോര കർഷകരെ അവഗണിച്ചു, ഭൂനികുതി വർദ്ധിപ്പിച്ച് ദ്രോഹിക്കുകയല്ലേ ചെയ്തത് എന്നുള്ളതായിരുന്നു ഫോക്കസ്. ഒരു ചെറിയ കണക്ക് നമുക്കൊന്ന് നോക്കാം. PCR അതൊന്ന് പ്ലേ ചെയ്യുമോ? ഈ കാണുന്നത് ഒരു കണക്കാണ്. 2009-10 മുതൽ 2024-25 വരെ. ഇപ്പോൾ കാണുന്ന ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം, ആദ്യത്തെ കോളത്തിൽ കാണുന്നത് വർഷമാണ്, രണ്ടാമത്തെ കോളത്തിൽ കാണുന്നത് കേന്ദ്ര വിഹിതമാണ്. ഇത് നെല്ലിൻ്റെ താങ്ങുവില. രണ്ടാമത്തെ കോളത്തിൽ സംസ്ഥാന വിഹിതം, മൂന്നാമത്തെ കോളത്തിൽ താങ്ങുവില അഥവാ പ്രൊക്യൂർമെൻറ്റ് പ്രൈസ്. നമുക്ക് ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്കുകൾ ആണല്ലോ എല്ലാത്തിനും ആധാരം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കണക്കൊന്ന് നോക്കാം. കണക്കിൽ 2009-2010 കേന്ദ്ര വിഹിതം 9.5 രൂപ, സംസ്ഥാന വിഹിതം 2.5 രൂപ, താങ്ങുവില 12 രൂപ. ഓക്കെ, അതങ്ങനെ 2018-19 കണക്ക് കൂടി ഒന്ന് നോക്കണം. 2018-19 ആയപ്പോഴേക്കും 17.5 രൂപ കേന്ദ്ര വിഹിതം, 7 രൂപ 80 പൈസ സംസ്ഥാന വിഹിതം, താങ്ങുവില 25 രൂപ 30 പൈസ. കണ്ടല്ലോ, ഈ താങ്ങുവിലയുടെ ഇന്നത്തെ അവസ്ഥയൊന്ന് നോക്കണം. ഇനി 2014-15 ഒന്ന് നോക്കണം, 2013-14 നോക്കണം. 13 രൂപ 10 പൈസയായിരുന്നു 2013-14. കേന്ദ്ര വിഹിതം 13 രൂപ 10 പൈസ, സംസ്ഥാന വിഹിതം 4 രൂപ 90 പൈസ, പ്രൊക്യൂർമെൻറ്റ് പ്രൈസ് 18 രൂപ. നേരെ നമുക്ക് 2024-25 വന്നാലോ? കേന്ദ്ര വിഹിതം എത്തി നിൽക്കുന്നു 23 രൂപയിലേക്ക്, സംസ്ഥാന വിഹിതം 5 രൂപ 20 പൈസ. അതായത് 2019-20 8 രൂപ 80 പൈസയായിരുന്ന കേന്ദ്ര വിഹിതം 5 രൂപ 20, സംസ്ഥാന വിഹിതം 5 രൂപ 20 പൈസയായി കുറഞ്ഞിരിക്കുന്നു. 2019-20 18.4 രൂപയായിരുന്ന കേന്ദ്ര വിഹിതം 23 രൂപയായി വർദ്ധിച്ചപ്പോഴാണ് ഒരു കിലോയ്ക്ക് സംസ്ഥാന വിഹിതം 8 രൂപ 80 പൈസയിൽ നിന്ന് 5 രൂപ 20 പൈസയാക്കി കുറച്ചിരിക്കുന്നത്. ഈ കണക്ക് തന്നെയല്ലേ സർ കേന്ദ്രം സഹായം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ സംസ്ഥാനം കുറച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളതിൻ്റെ കണക്കല്ലേ സർ ഇത്? ഇതിനെന്ത് മറുപടി പറയും? എങ്ങനെ ന്യായീകരിക്കും? ഇതിന് കൃത്യമായ മറുപടി ഉണ്ടല്ലോ. കേരളത്തിന്റെ പരിധികളെല്ലാം വെട്ടിക്കുറച്ചിരിക്കുകയല്ലേ. ഈവൻ കിഫ്ബി പോലും കടമെടുപ്പിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയല്ലേ. പിന്നെ ഇങ്ങോട്ട് തരുന്ന പണം എന്ന് പറയുന്നത് ഈ കാർഷിക സബ്സിഡിയിൽ സിഗ്സാഗ് ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന പണം അനുസരിച്ചല്ലേ നമുക്ക് ചെലവാക്കാനായിട്ട് പറ്റത്തുള്ളൂ. കേന്ദ്ര വിഹിതം കുറവാണ്. കേന്ദ്രത്തിന് അനുവദിച്ച എത്ര പദ്ധതികളാണ് കേരളത്തിന് അനുവദിച്ചത്? അതുപോലെ തന്നെ നാഷണൽ ഹൈവേ വികസനത്തിന് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഷെയർ മേടിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിനാണ്. വിഴിഞ്ഞം പദ്ധതിക്ക് നമുക്ക് ലോൺ തരാമെന്ന് പറഞ്ഞിട്ട് ലോൺ ആക്കി മാറ്റിയിട്ട് അതിന്റെ പലിശ കേരളം കൊടുക്കുന്ന സ്ഥിതി ഒന്ന് ആക്കി വെച്ചിട്ടില്ലേ കേന്ദ്ര ഗവൺമെന്റ്? പല കാര്യങ്ങളിലും ഉണ്ട്. അതായത് BJP ആൻഡ് ഇറ്റ്സ് അലൈസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യേക നയവും BJPക്ക് എതിരായിട്ട് നിൽക്കുന്ന കക്ഷികൾ ഭരിക്കുന്ന സ്ഥലങ്ങൾക്ക് ഒരു പ്രത്യേക നയവും തന്നെയാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. അങ്ങയുടെ മറുപടി വ്യക്തമാണ്. പ്രിന്റു മഹാദേവ്, വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അങ്ങയുടെ ക്രൂരത ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു.